ഈ സമൂഹത്തിൽ ഇന്ന് കാണുന്ന നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങളിൽ ഉണ്ടായിരിക്കുന്ന ഒരു അസന്തുലിതാവസ്ഥ അഥവാ ഒരു നിഷ്പക്ഷമല്ലാത്ത രീതിയിലുള്ള നിയമത്തിൻ്റെ പോക്ക് കണ്ടും അതിനകത്ത് അനുഭവിക്കപ്പെട്ട വ്യക്തികളെന്നുള്ള നിലയിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മറ്റാൾക്കാർക്ക് അനുഭവപ്പെടുന്ന അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് ഇനിയൊരു സംഘടന രൂപീകരിക്കണമെന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് ഞങ്ങൾ കുറച്ച് പേര് ആദ്യം എത്തുന്നു. ഈ സംഘടന രൂപീകരിക്കുന്ന കാലയളവിൽ ഞങ്ങൾക്ക് 8 അംഗങ്ങളാണ് ആകെ ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് സംഘടന കുറേ അധികം മുമ്പോട്ട് പോയി. ഇതിൽ വന്നിരിക്കുന്ന പല ആൾക്കാരും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഈ നിയമത്തിൻ്റെ ഈ ദൂഷ്യവശങ്ങൾ ശരിക്കും അനുഭവിച്ചിട്ടുള്ള ഓരോ ആൾക്കാരാണ് ഈ പ്രസംഗിക്കാൻ ഞാൻ നടക്കാം. അതായത് ഇവിടെ ഇന്ത്യ മഹാരാജ്യത്ത് നമ്മുടെ മൗലികാവകാശങ്ങളുടെ കാര്യമെടുത്താൽ ഇവിടെ ആണായാലും പെണ്ണായാലും എല്ലാവർക്കും മൗലികാവകാശങ്ങളെല്ലാം തുല്യമാണ്. അതേപോലെ നിയമപരിരക്ഷയും രണ്ടു കൂട്ടർക്കും തുല്യമാണെന്നാണ് നമ്മുടെ ഭരണഘടനയിൽ എഴുതി വച്ചിരിക്കുന്നത്. എന്നാൽ ഈ 1986 ശേഷം ഓരോ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ വോട്ട് ബാങ്ക് മറ്റു പല കാര്യങ്ങൾക്കായിട്ട് ഓരോരോ അമെൻഡ്മെൻറ്റ് വഴി കൊണ്ടുവന്ന ഓരോരോ പുതിയ സ്ത്രീ പീഡന നയങ്ങൾ കാരണം ആ നിയമങ്ങളെല്ലാം മൊത്തത്തിൽ ഞാൻ കുറ്റം പറയുന്നില്ല, ആ നിയമങ്ങളെ ദുരുപയോഗം ചെയ്യുന്നത് കാരണം ഈ സമൂഹത്തിൽ ഇന്ന് യഥാർത്ഥത്തിൽ കഷ്ടത അനുഭവിക്കുന്ന ഒരു സ്ത്രീക്ക് നീതി ലഭിക്കുന്നുമില്ല. എന്നാൽ ഒരുപാട് നിരപരാധികളെ വെറുതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ നിയമത്തിനെ ദുരുപയോഗം ചെയ്ത കാഴ്ച നമ്മൾ ദൈനംദിനം പത്രവാർത്തകളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും മറ്റു പലയിടത്തും കാണുന്നുണ്ട്. ഈ ഒരു രീതി ഒരിക്കലും ശരിയല്ല. അതായത് നിയമങ്ങൾ നമ്മൾ ഒരു വിഭാഗത്തിന് കുറച്ച് ഇളവ് കൊടുക്കുന്നെങ്കിൽ അത് ആ ഒരു വിഭാഗത്തിന് സംരക്ഷണ കവചം അഥവാ ഒരു ഷീൽഡ് എന്ന രീതിയിലാണ് നമ്മളത് കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഇന്ന് കാണുന്നത് ആ ഷീൽഡ് മാറ്റിയിട്ട് അതിനൊരു വെപ്പണാക്കി ഉപയോഗിച്ചുകൊണ്ട് നിരപരാധികളെ ക്രൂശിക്കുന്ന ഒരു സമൂഹമാണ് നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതൊരിക്കലും ശരിയല്ല. അതായത് യഥാർത്ഥത്തിൽ ഒരു പീഡനം അനുഭവിക്കുന്ന ഒരു ഇരയ്ക്ക് നീതിയും കിട്ടണം. എന്നാൽ വ്യാജ കേസുകൾ ആരൊക്കെ കൊടുക്കുന്നുണ്ടോ ആ വ്യാജ കേസുകൾ കൊടുക്കുന്ന വ്യക്തികൾക്ക് ഈ യഥാർത്ഥ ക്രൈം അവരെന്താണോ ഉദ്ദേശിച്ച് ഈ വ്യാജ കേസ് കൊടുക്കുന്നത് ആ ക്രൈമിന് എന്താണോ പണിഷ്മെൻറ്റ് ആ പണിഷ്മെൻറ്റ് ഈ കേസ് വ്യാജമാണെന്ന് തെളിയുന്ന വേളയിൽ മറ്റൊരു അപ്പീൽ കൊടുക്കാതെ തന്നെ അവർക്ക് ആ ശിക്ഷ ഈ സെയിം ശിക്ഷ കിട്ടത്തക്ക രീതിയിൽ നമ്മുടെ നിയമങ്ങൾ മാറണം. അഥവാ നമ്മുടെ നിയമങ്ങൾ കുറച്ചും കൂടെയൊക്കെ ജെൻഡർ ന്യൂട്രൽ ആകണം എന്നുള്ള ഒരു ഉദ്ദേശത്തിൻ്റെ പുറത്താണ് ഈ ഇവിടെ പ്രവർത്തിക്കുന്ന ഞാൻ ഉൾപ്പെടുന്ന ഈ ഒരു സംഘടനയുടെ കാര്യം മാത്രമല്ല മറ്റ് പല സംഘടനകളും ഫോമായിരിക്കുന്നത്. കാരണം അത്രത്തോളം ഒരു അസന്തുലിതാവസ്ഥയാണ് ഇപ്പം ഈ സമൂഹത്തിലുള്ളത്. ഇതിന് ഈ നിയമങ്ങളിൽ ഒന്നെങ്കിൽ ഒരു നിഷ്പക്ഷ മനോഭാവത്തിലുള്ള നിയമങ്ങൾ നമ്മൾ ഭേദഗതിയിൽ കൊണ്ടുവരികയോ അതല്ല എങ്കിൽ ഈ 498 അതേപോലെ തന്നെ ഉള്ള കുറേ അധികം നിയമങ്ങൾ അതിൻ്റെ ഓരോ നമ്പറുകളും ഈ നിയമത്തിനെ പറ്റി അറിയാവുന്ന ആൾക്കാർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ആ നിയമങ്ങൾ വളരെയധികം ദുരുപയോഗം ചെയ്യപ്പെടാൻ സാധ്യതയുള്ളതാണെന്ന് അടിവരയിട്ട് സുപ്രീം കോടതി വരെ പല ആവർത്തി പറഞ്ഞിട്ടുള്ള നിയമങ്ങളാണ്. അതിലൊന്നും തന്നെ നമ്മുടെ ഭരണകർത്താക്കൾ ആരും തന്നെ അതിലൊരു ഭേദഗതി വരുത്തുകയോ അല്ലെങ്കിൽ ഇത് ശരിയല്ല ഈ നിയമത്തിൽ കുറച്ച് ഭേദഗതി വേണം അതല്ല എങ്കിൽ വ്യാജ കേസുകൾ കൊടുക്കുന്ന ആളുകൾക്ക് തക്കതായ ശിക്ഷ ലഭിക്കത്തക്ക രീതിയിലുള്ള രീതിയിലത് മാറ്റണം എന്നുള്ള ഒരു ചിന്ത നമ്മുടെ ഭരണകർത്താക്കൾക്ക് ഇന്നേ വരെ ഉണ്ടായിട്ടില്ല എന്നുള്ള ദുഃഖകരമായ ഒരു കാര്യം ഞാനിവിടെ എടുത്ത് ഓർമ്മിപ്പിക്കുകയാണ്. അതിന് നിങ്ങൾ വിചാരിക്കും അത് ഞാൻ വിചാരിച്ചാലോ അല്ലെങ്കിൽ ഈ ഒരു സംഘടന വിചാരിച്ചാലോ നടക്കും. കാരണം നമ്മൾ ഈ സമൂഹത്തിൽ ഇത് ഒരു പുരുഷനെതിരെ അല്ലെങ്കിൽ ഒരു ആണിനെതിരെ ഒരു വ്യാജ കേസ് ആരോപിക്കപ്പെടുമ്പോൾ ആ വ്യക്തി മാത്രമല്ല അതിനകത്ത് അനുഭവിക്കപ്പെടുന്നത്. ആ വ്യക്തിക്ക് അമ്മ കാണും, സഹോദരങ്ങൾ കാണും, മക്കൾ കാണും. അതിൽ സ്ത്രീകൾ ആണുങ്ങളൊന്നും മാത്രമല്ല സ്ത്രീകളും ഉണ്ട്. അതായത് ഒരു പുരുഷനെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു വ്യാജ കേസ് പോകുമ്പോൾ ആ വ്യാജ കേസ് മൂലം മാനഹാനി, ധനനഷ്ടം, ജയിൽവാസം ഈ കാര്യങ്ങളൊക്കെ അനുഭവിക്കപ്പെടേണ്ടി വരുന്നത് സമൂഹത്തിൽ സ്ത്രീകളും കൂടെ ചേർന്നാണ്. അതായത് ഈ നിയമ ദുരുപയോഗം കാരണം ഏകപക്ഷീയമായിട്ട് ആണുങ്ങൾ മാത്രമല്ല ഈ സമൂഹത്തിൽ സൂക്ഷിക്കപ്പെടുന്നുള്ള സത്യം പൊതുജനങ്ങളെല്ലാം ബോധവാന്മാരാവുന്നതാണ്. ഇനിയുള്ള ഒരു ആൺ പെൺ സന്തുലിതാവസ്ഥയ്ക്ക് വളരെ നല്ലത്. മാത്രമല്ല ഇവിടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൽ നമ്മൾ കക്ഷി രാഷ്ട്രീയം, ജാതി, മതം ഇങ്ങനെ കുറേ കാര്യങ്ങൾ വെച്ചുകൊണ്ട് പരസ്പരം ഭിന്നിച്ച് നിൽക്കാതെ നാളെ നമ്മളുടെ ഈ ഒരു കുടുംബ വ്യവസ്ഥിതി നേരെ ചൊവ്വേ മുമ്പോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഓരോ ഇന്ത്യൻ പൗരനും അത് ആണാവട്ടെ പെണ്ണാവട്ടെ
നമ്മൾ സംഘടിച്ചിട്ട് നമ്മുടെ അടുത്ത് വോട്ട് ചോദിച്ചു വരുന്ന ഓരോ വ്യക്തികളോടും നമ്മൾ ഈ നിയമത്തിൻ്റെ അസംവിധാനത്തെക്കുറിച്ച് അവരെ ബോധവാന്മാരാക്കാൻ നമ്മൾ ശ്രമിക്കണം. കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷൻ എൻ്റെ അടുത്ത് വന്നവർക്കൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഈ പറയുന്ന ടാർഗറ്റ് ലിസ്റ്റൊന്നും എനിക്ക് വേണ്ട, ഇതിനകത്തൊക്കെ എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രം എൻ്റെ അടുത്ത് വോട്ട് ചോദിച്ചു വന്നാൽ മതി. അതേപോലെ ഓരോ ആൾക്കാരും തിരിഞ്ഞിങ്ങ് ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും അതേപോലെ ഈ ഒരുപാട് ഈ പ്രീണന നയങ്ങൾ കൊണ്ട് മാത്രം ഇവിടെ ഒരു പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാക്കും എന്നുള്ളൊരു വിശ്വാസം മാറ്റിവെച്ചിട്ട് ഇതുകൊണ്ടുണ്ടാകുന്ന ദൂഷ്യവശങ്ങളെപ്പറ്റി കൂടെ ചിന്തിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ സമൂഹം ഉണർന്നു വരിക എന്നുള്ളതാണ് ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരാൻ നമ്മൾ ചെയ്യേണ്ടുന്ന ഒരേ ഒരു കാര്യം. അതായത് ഇപ്പം ഈ സംഘടനയ്ക്ക് ഒരു ബൈല ഉണ്ട്. ആ ബൈലയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ ഏറ്റവും ആദ്യം എടുത്തു പറയേണ്ടുന്ന കാര്യം ഇവിടുത്തെ നിയമങ്ങളിൽ ജെൻഡർ ന്യൂട്രലാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ബൈലയിലെ ഫസ്റ്റ് കാര്യം. അടുത്തതാണ് ഈ പറയുന്നത് നിയമം ദുരുപയോഗം ചെയ്യുന്നത്. അതാണാവട്ടെ പെണ്ണാവട്ടെ, ദുരുപയോഗം ചെയ്യുന്ന വ്യക്തികൾക്ക് ആ ദുരുപയോഗം ചെയ്യുന്ന വകുപ്പ് അതേതാണോ അതിനനുസരിച്ചിരിക്കുന്ന ശിക്ഷ ഏതാണോ അത് ദുരുപയോഗമാണ് നടന്നത് അല്ലെങ്കിൽ കൊടുത്തത് വ്യാജ കേസാണെന്ന് തെളിയുന്ന വേളയിൽ അവർക്ക് ആ ഈക്വൽ പണിഷ്മെൻറ്റ് ഗ്യാരണ്ടി ചെയ്യുന്ന രീതിയിൽ കോടതി നിയമങ്ങൾ മാറണം. അതേപോലെ കേസ് കൊടുക്കുന്ന കാര്യങ്ങൾ, അതായത് ഇപ്പം ഒരു സ്ത്രീ പോയി ഒരു പരാതി കൊടുക്കുമ്പോൾ എടുക്കുന്ന അതേ ഇൻറ്റൻഷനിൽ തന്നെ ഒരു യഥാർത്ഥത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന ഒരു ആണ് ചെന്ന് പരാതിപ്പെട്ടാലും നമ്മുടെ പോലീസ് സ്റ്റേഷനുകളിൽ അല്ലെങ്കിൽ നിയമ സംവിധാനങ്ങളിൽ അതൊരു FIR ഇട്ട് കേസാക്കുവാനുള്ള രീതിക്ക് നമ്മുടെ നിയമപാലകരുടെ സമീപനവും മാറണം. ഇതാണ് ഈ സംഘടന ഇട്ടതിൻ്റെ ലക്ഷ്യങ്ങളിൽ പ്രധാനമായിട്ടുള്ളത്. പിന്നെ ഈ മാട്രിമോണിയൽ നിയമങ്ങളുടെ പ്രശ്നങ്ങൾ, അതിൽ ഇപ്പം പറയപ്പെടുന്ന പല കാര്യങ്ങളിലും പല കേസുകളിലും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ സ്വർണം കൊണ്ടുവന്നു, ഇത്ര കൊണ്ടുവന്നു, അത് 101 പവനുണ്ടായിരുന്നു, 200 പവനുണ്ടായിരുന്നു, അത് എല്ലാം ദൂർത്തടിച്ച് അതായത് ഒരു 100 കേസ് എടുത്താൽ ചിലപ്പോൾ ഒരു 10 20 കേസിൽ അത് യാഥാർത്ഥ്യമായിരിക്കാം. പക്ഷേ 80% കേസുകളിലും ഈ ചെയ്തു വെക്കുന്നതെന്ന് പറഞ്ഞാൽ ചില ആൾക്കാരുടെ പ്രേരണയിൽ ഇതിനകത്ത് ഈ പറയപ്പെടുന്ന വ്യാജ ബില്ലുകൾ ഉണ്ടാക്കുക, സ്വർണം വാങ്ങിച്ചതിൻ്റെ വ്യാജ ബില്ലുകൾ, GST ഇല്ലാത്ത ബില്ലുകൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ അന്ന് വിവാഹ സമയത്തുണ്ടായിരുന്ന ഫോട്ടോകൾ എടുക്കുക, ഇത് ഈ സ്വർണ്ണമല്ല ഇത് കല്യാണ സമയത്ത് കിട്ടിയാണെന്ന് പറയുക, തനിയെ കൊണ്ടുവന്ന് ചിലവാക്കിയ പോയി 10 വീട്ടുകാരെ ചിലവാക്കിയെന്ന് പറയുക, ഇതിനെല്ലാം കൂടെ ചേർത്ത് മെയിൻ്റനൻസ് പറയുക. ഇതൊക്കെയാണ് ഇന്ന് കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇത് അനുഭവത്തിൽ വന്ന് ഓരോ വ്യക്തികൾക്കും ഇതിനെപ്പറ്റി അറിയാൻ പറ്റും. നിങ്ങൾക്ക് ഈ സംഘടന നല്ല ഇതുപോലുള്ള ആൾക്കാർ പറയുന്നതിനകത്ത് വിശ്വാസമില്ലെങ്കിൽ 1 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 1.5 മണിക്കൂർ നിങ്ങൾ ഏതെങ്കിലും ഒരു കുടുംബ കോടതിയുടെ വരാന്തിയെ പോയി കുറയ്ക്കാൻ നിന്നാൽ ഞാൻ ഈ പറയുന്നതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് മനസ്സിലാക്കും. അവിടെ നടക്കുന്നത് എന്തോ നിയമമാണോ? അല്ല, അവിടെ നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഓരോ വാതുവെപ്പ് പരിപാടികളാണ് നടക്കുന്നത്. ഏതെങ്കിലുമൊക്കെ നിയമങ്ങളിൽ വകുപ്പുകൾ ഉണ്ടെങ്കിൽ പോലും അതുപോലും നമ്മളിപ്പോൾ കോടതിയിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം അഡ്വക്കേറ്റ് പറഞ്ഞു തരുന്നില്ല. ആ അവസ്ഥയാണെന്നുള്ളത്. അല്ലെങ്കിൽ നമ്മളായിട്ട് തന്നെ എവിടുന്നെങ്കിലും നല്ല രീതിയിൽ നിയമോപദേശം കേട്ടിട്ട് നമ്മുടെ സ്വന്തം അഡ്വക്കേറ്റിലേക്ക് പറഞ്ഞു കൊടുക്കണം, ഇങ്ങനെയൊക്കെ പോയിട്ടുണ്ട്. ഇനി ഇതെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് ഇതിനെല്ലാം നമ്മൾ ഓരോരോ കാര്യങ്ങൾ ഓതി കൊടുത്താലും കോടതി ചെന്നൈയായിട്ടൊന്നും വാങ്ങുമെന്ന് പറയത്തില്ല. കാരണം ഇത് ഔട്ട്സൈഡ് സെറ്റിൽമെൻറ്റാണ് അവർക്ക് ലാഭം. ഈ ഓരോ കേസിലും ഔട്ട്സൈഡ് സെറ്റിൽമെൻറ്റ് ലാഭത്തിന് വേണ്ടി കൊണ്ടുപോകുമ്പോഴാണ് ഈ നിയമങ്ങൾ ഒരുപാട് വളർത്തിപ്പിടിക്കപ്പെടുന്നത്. ഈ രീതികളൊക്കെ തന്നെ മാറണം. അതായത് ടോട്ടലി ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജ്യത്ത് നിയമങ്ങൾ ജെൻഡർ ന്യൂട്രൽ ആവാത്ത കാലത്തോളം ഈ പ്രശ്നങ്ങൾ ഇവിടെ തുറന്നുകൊണ്ടേയിരിക്കും. ഒരു നല്ല കുടുംബജീവിതം അല്ലെങ്കിൽ ഒരു നല്ല കുടുംബാന്തരീക്ഷം ഇനിയും തുടർന്ന് ചെയ്യാൻ നമ്മുടെ രാജ്യത്ത് വേണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന രീതിയിൽ നിയമങ്ങൾ ജെൻഡർ ന്യൂട്രലാവുകയും അതേപോലെ തന്നെ വ്യാജ കേസുകൾ കൊടുക്കുന്നവർക്കെതിരെ സ്പോട്ടിൽ ശിക്ഷ വരുന്ന രീതിക്ക് നിയമങ്ങൾ മാറണം. അതിനോട് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ സംഘടന രൂപീകരിച്ച് ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കൊല്ലം കേന്ദ്രീകരിച്ചുള്ള മീറ്റിംഗാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അടുത്ത മീറ്റിംഗ് സംഘടന തീരുമാനിച്ചിട്ട് ചിലപ്പോൾ കോട്ടയം അല്ലെങ്കിൽ എറണാകുളം എന്നീ സ്ഥലങ്ങളിൽ വരും ദിവസങ്ങളിൽ തന്നെ കാണും. ഇത് ഈ സംഘടനയുടെ പ്രഖ്യാപിത ലക്ഷ്യമായിട്ടുള്ള ഈ ജെൻഡർ ന്യൂട്രാലിറ്റിക്ക് ഞങ്ങൾ ഏതറ്റം വരെയും പോകും. ഞങ്ങളുടെ സംഘടനയുടെ ലക്ഷ്യവും അത് തന്നെയാണ്. നന്ദി, നമസ്കാരം.